മണ്ഡലം ചുറ്റും മഹിളകൾ മഞ്ചേശ്വരത്താണുള്ളത്. മഞ്ചേശ്വരത്തെ SDPI പ്രവർത്തകൻ സൈനുൽ ആബിദീനെ പിതാവിന്റെ മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ സംഘപരിവാറിന് SDPI പിന്തുണ നൽകുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് പറയുന്നത്. മണ്ഡല ചുറ്റുമഹിളകളിൽ ഇന്ന് അനുജ രാജേഷും സ്മിത ഹരിദാസുമാണ് ചേരുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് തിരക്ക് പിടിച്ച പ്രചാരണത്തിലാണ്. അതിനിടയിൽ നമ്മൾ കുറച്ചു നേരം അദ്ദേഹത്തിനൊപ്പം സിറ്റിംഗ് MLA കൂടിയാണ്. വീണ്ടും എത്തിയിരിക്കുകയാണ്. പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇന്നിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നല്ല ബിസി അല്ലേ എന്ന്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ മണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്ന് രണ്ടാമത് പ്രഖ്യാപിക്കുന്ന നിമിഷം വരെ 18-20 മണിക്കൂറും എൻ്റെ മണ്ഡലക്കാരുടെ കൂടെയായിരുന്നു. എത്രയോ പ്രാവശ്യം മണ്ഡലക്കാരൻ മധ്യരാത്രി 1 മണിക്കും 2 മണിക്കും എൻ്റെ വണ്ടി ഈ മണ്ഡലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ടവരാണ്. സത്യത്തിനും ഇങ്ങനെ പറയാം, ഒരല്പം റെസ്റ്റ് ഇപ്പോഴാണ്. കാരണം ഔദ്യോഗിക പ്രോഗ്രാമുകളില്ല, ഓട്ടപ്പുറത്തിനും ഷെഡ്യൂൾ. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഈ പ്രഖ്യാപിച്ചതിന് ശേഷം കുറച്ച് സമയം ബാലൻസ് കിട്ടുന്നുണ്ടല്ലോ എന്ന്. ആ ഫീൽ ചെയ്യാൻ കാരണം മറ്റുള്ള സമയങ്ങളിൽ മുഴുവനും ജനങ്ങളുടെ കൂടെ അത്രമാത്രം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതാണ്. ഈ SDPI സ്ഥാനാർത്ഥി നിൽക്കുന്നു, അതിനുശേഷം പത്രിക പിൻവലിക്കുന്നു, അതിനുശേഷം അദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നു. അത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ക്ഷീണം ചെയ്യുന്നുണ്ടോ? എന്താണ് അതിനോടുള്ള ഒരു ഈ ഇപ്പൊ വന്ന പുതിയ SDPI നോമിനേഷൻ കൊടുക്കൽ, പിൻവലിക്കൽ, പിന്തുണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞങ്ങളെ സബ്ജക്റ്റേ അല്ല. പക്ഷെ ഇപ്പൊ ഈ SDPI സംബന്ധിച്ച് അവർക്ക് ഏതാണ്ട് ഒരു 8000-ഓളം വോട്ടുകൾ ഉണ്ട്. പക്ഷെ ഇനി അവർ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതിലൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ജയാനന്ദ ആണെങ്കിൽ അവരുടെ പിന്തുണ സ്വീകരിക്കില്ല എന്നൊന്നും പറയുന്നില്ല. മറ്റൊന്നിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് SDPIയുടെ ഒരു അധ്യക്ഷൻ പറഞ്ഞിട്ടിരിക്കുന്നത്, മുതിർന്ന നേതാവാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സംസ്ഥാനത്തെ വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യമുണ്ടാകും എന്ന് തന്നെയാണ്. അപ്പോൾ ഈ SDPIയുടെ ഒരു പിന്തുണ എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളത് ഇപ്പോഴും, സ്ഥാനാർത്ഥിയെ പിൻവലിച്ചെങ്കിൽ പോലും അതിപ്പോഴും നിർണായകമാകാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ബാധിക്കാൻ പോവുക എന്നൊരു കണക്കൂട്ടലുണ്ടോ ഇപ്പോൾ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മഞ്ചേശ്വരക്കാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ഡലത്തിലുള്ള എല്ലാവരുടെയും വോട്ടിൻ്റെ ശക്തി ഞങ്ങൾ അറിയുന്ന ആളുകളാണ്. UDFനെ നന്നായിട്ട് അറിയാം. 229 ബൂത്തിൽ ആർക്കൊക്കെ ശക്തിയുണ്ട്, എത്ര വോട്ടുണ്ട്, ഞങ്ങൾക്കത് നന്നായിട്ട് അറിയാം. ഇവിടെ അറിയേണ്ടത്, ഒരിക്കലും ഇവിടെ മതേതര വോട്ടുകൾ ഭിന്നിക്കില്ല. അവസാനം വരുമ്പോൾ എല്ലാവരും BJPയെ പ്രത്യേകിച്ച് SDPIക്കാർ, എൻ്റെ ഓർമ്മയുണ്ട് കാസർഗോഡ് നടന്ന ഒരുപാട് കൊലപാതകങ്ങൾ. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന SDPIയുടെ പ്രവർത്തകനെ തൻ്റെ പിതാവിൻ്റെ മുമ്പിലാണ് സംഘപരിവാറുകാർ വെട്ടിക്കൊലപ്പെടുത്തിയത്. അവർക്ക് എങ്ങനെ BJP ജയിക്കുന്നത് ഒരു നിലപാടെടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തെരഞ്ഞെടുപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് LDF സ്ഥാനാർത്ഥിക്ക് പോയാൽ അത് താങ്കൾക്ക് ദോഷകരമായി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദോഷവും ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങൾക്ക് വളരെ കൃത്യമായി മഞ്ചേശ്വരം ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ഒരു മണ്ണാണ്. കേരളീയർക്ക് മെയ് 4-ാം തീയതി ഒരിക്കൽ കൂടി മഞ്ചേശ്വരം മതേതരത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്വീറ്റ് ന്യൂസ് കേരളത്തിന് നൽകും. ശരി, അപ്പോൾ ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായവരെല്ലാം തങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ, കഴിഞ്ഞ തവണകളെക്കാളൊക്കെ തന്നെ ഭൂരിപക്ഷം ഉയർത്തും എന്നുള്ള വിശ്വാസവും UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്ന ആ നെഞ്ചെടുപ്പ് ഇത്തവണ ഉണ്ടാകില്ല. വളരെ ഈസിയായി വോക്ക് ഓവർ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. യെസ്, നമുക്കിനി അടുത്തൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് മഞ്ചേശ്വരത്ത്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.